Hello friends, welcome to SAC. We will study class 10 chemistry chapter 5 part 8 pressure and chemical equilibrium. Pressure and chemical equilibrium. എങ്ങനെയാണ് chemical equilibrium പ്രഷറിന്റെ എഫക്റ്റ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺസെൻട്രേഷൻ പഠിച്ചു, അതിന് മുന്നേ ഗ്ലേഷ്യൽ പ്രിൻസിപ്പിൾ പഠിച്ചു, അതിന് മുന്നേ കെമിക്കൽ ഇക്വിലിബ്രിയം ഒക്കെ പഠിച്ചു. സോ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ കുട്ടികൾക്ക് ഇപ്പോൾ പറയുന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം ആ എക്സാമ്പിളിലൊക്കെ സാർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പ്രഷറിനെ കുറിച്ച്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ. ഇതാണ് ആക്ച്വലി ഈ പ്രഷർ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ബലം അപ്ലൈ ചെയ്യുന്നു, അതിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഇപ്പോൾ ഒരു കഷ്ണം സ്പോഞ്ച് നിങ്ങൾ എടുത്തിട്ട് അവിടെ പ്രഷർ കൊടുത്ത് സ്വാഭാവികമായിട്ട് ഇത്രയും ഉണ്ടായിരുന്ന സ്പോഞ്ച് ഞെരിങ്ങി ഇത്രയേ ഉള്ളൂ. വോളിയം എന്ത് ചെയ്തു? ചെറുതായി. കണ്ടോ? സോ വെൻ യു അപ്ലൈ പ്രഷർ ഇൻ ടു സംതിങ് ഈസ് വോളിയം ഡിക്രീസസ്. But you cannot apply pressure on water. Water means kayullekku pogum. So, in case of pressure, if the question asks about pressure, just check whether it is liquid, gas or solid. If it is liquid or solid, no effect. So, if it is gases, yes, effect is there. So, it is only applicable to gases. That is very important point. So, pressure is applicable only to gases molecules. In the examples of the preparation of ammonia, nitrogen and hydrogen react with ammonia. Here nitrogen, hydrogen and ammonia, all of them are gases. എല്ലാവരും gases ആണ്. അപ്പോൾ gases ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. gases is very compressible nature. gasesനെ നമുക്ക് കംപ്രസ് ചെയ്തിട്ട് എന്താണ് ലിക്വിഡ് ആക്കി മാറ്റാം. ഇങ്ങനെ വേണമെങ്കിൽ മാറ്റാം. അതാണ് നമ്മൾ അമോണിയയുടെ നിർമ്മാണത്തിൽ നമ്മൾ പഠിച്ചിട്ടാണ്. എന്താണ് അമോണിയയെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ലിക്വിഡാക്കി മാറ്റും. നിങ്ങൾ സിഗരറ്റ് ലാമ്പിൽ കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, പ്രഷർ എന്ന് പറയുന്ന ഫോഴ്സ് പെർ ഏരിയയാണ്. രണ്ട്, അതെന്താണ് പ്രഷർ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാ ആൾക്കാരും റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് എല്ലാവരും ആരായിരിക്കണം? ഗ്യാസസ് ആയിരിക്കണം. ഓക്കെ. ദെൻ മൂന്നാമതുകൊണ്ട് വെൻ യു ഇൻക്രീസ് ദ പ്രഷർ വോളിയം ഡിക്രീസസ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വെൻ യു ഇൻക്രീസ് ദ പ്രഷർ, what happened? The volume decreases. Clear? Actually, this is known as Boyle's law in gaseous state. When you increase the pressure, volume decreases. Okay. അപ്പോൾ പ്രഷർ സാറ് കൂട്ടി വോളിയം എന്താണ് കുറയും. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മനസ്സിലാക്കാനുള്ള എളുപ്പം എന്താണ്? സ്പോഞ്ച് പ്രഷർ കൂട്ടി വോളിയം എന്താണ് കുറഞ്ഞു. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ്. H2 plus I2 gives 2HI. Is this a reversible reaction? Is it a reversible reaction? Yes. ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് സ്റ്റേറ്റിലാണോ സാർ? യെസ്, ഇറ്റ് ഈസ് ഗ്യാസ് സ്റ്റേറ്റ്. ഐഡിൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ അയഡൈഡ് ഗ്യാസ് ആണ്. സോ വാട്ട് ഹാപ്പൻ വെൻ യു ഇൻക്രീസ് പ്രഷർ? അമോണിയയുടെ നിർമ്മാണത്തിൽ നമുക്കറിയാം പ്രഷർ ഇൻക്രീസ് ചെയ്താൽ കൂടുതൽ അമോണിയ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ പ്രഷർ കൂട്ടിയാൽ കൂടുതൽ HI ഉണ്ടാവും. അതാണ് ചോദ്യം. നോക്കാം. അത് ഞാൻ ചെയ്യുന്ന വേണ്ടി നിങ്ങൾ H2ൻ്റെ ഇതിൽ ഒന്നുമില്ലെങ്കിൽ അവിടെ ഒന്നിടുക. I2 ഒന്നുമില്ല, ഒരു ഒന്നിടുക. ഇവിടെ എന്താണ്? 2. സോ 2 1 1. ഇത് ഇറക്കി എഴുതാം. 1 പ്ലസ് 1 ഗീവ്സ് 2. 2 ഗീവ്സ് 2. മനസ്സിലായോ സാർ എഴുതിയത്? ഹൈഡ്രജൻ 1 മോൾ, അയഡിൻ 1 മോൾ, 1 മോൾ 1 മോൾ 2 മോൾ. ഹൈഡ്രജൻ അയഡൈഡ് ഓൺലി 2 മോൾ. സോ ഇവിടെയും സെയിം വോളിയമാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ എന്താണ്? അവിടെ വോളിയം കുറയില്ല, അവിടെ സെയിമാണ്. രണ്ട് സ്ഥലത്തും സെയിമാണ്. രണ്ട് സ്ഥലത്തും സെയിം വോളിയം ആണെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നേരെ മറിച്ച് സപ്പോസ് ഹിയർ 3 വെൻ യു അപ്ലൈ പ്രഷർ വാട്ട് ഹാപ്പൻ? വോളിയം ഡിക്രീസസ്. അപ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോർവേഡ് റിയാക്ഷൻ, രണ്ടിൻ്റെ അടുത്തേക്ക് പോകണം. ദാറ്റ്സ് വെരി എസെൻസ് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ പ്രഷറിൻ്റെ ചോദ്യം വരുമ്പോൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഇവിടെയാണോ വോളിയം കുറവ്? വോളിയം കുറവ് എവിടെയാണ്? ഇവിടെയാണ്. അങ്ങോട്ട് നടക്കും. പ്രഷർ ഇൻക്രീസ് ചെയ്യും. ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ. വെൻ പ്രഷർ ഡിക്രീസസ്, ഓപ്പോസിറ്റ്. നിങ്ങൾ സ്പോഞ്ച് അമർത്തി വെച്ചു, പ്രഷർ ഡിക്രീസ് ചെയ്തപ്പോൾ സ്പോഞ്ച് വലുതായി വന്നു. കണ്ടോ? സോ സിമിലാർലി വെൻ പ്രഷർ ഇൻക്രീസസ് ഇൻ ദിസ്, സപ്പോസ് ദിസ് ഈസ് ദ കേസ്, വെൻ പ്രഷർ ഇൻക്രീസസ് വാട്ട് ഹാപ്പൻ ഈസ് ഫോർവേഡ് റിയാക്ഷൻ ഹാപ്പൻ. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം കുറയ്ക്കാൻ വേണ്ടി, ബിക്കോസ് ടു റെഡ്യൂസ് ദി വോളിയം. വെൻ പ്രഷർ ഡിക്രീസസ് വാട്ട് ഹാപ്പൻ? പ്രഷർ നമ്മൾ കുറച്ച് കഴിഞ്ഞാലോ
ഇൻക്രീസ് പോലെ ചെയ്യണം. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ, വോളിയം ഇൻക്രീസസ്. വളരെ ശ്രദ്ധിക്കണം, സാറ് പറയാൻ ശ്രദ്ധിക്കണം. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഇവരുടെ മോളുകളൊക്കെ എടുത്തെഴുതുക. പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും. ഇവിടെ എവിടെയാണ് വോളിയം കുറവ്? ഇവിടെയാണ്. അപ്പം അങ്ങോട്ട് എന്താണ് ഫോർവേഡ് റിയാക്ഷൻ. പ്രഷർ കുറച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രഷർ കുറച്ചാൽ, ഞാനിപ്പോൾ സ്പോഞ്ച് അമർത്തി വെച്ചിരിക്കുകയാണ്, പ്രഷർ ഞാൻ കുറച്ചു, അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇവിടെ എവിടെയാണ് വോളിയം കൂടി? ഈ സൈഡിലാണ്. ഈ സൈഡിലേക്ക് വരണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ. യെസ്, ദാറ്റ്സ് ഓൾ. വെരി ഈസി. ഓക്കെ. അപ്പോൾ ഇൻ ദിസ് റിയാക്ഷൻ ലെറ്റ്സ് ചെക്ക് വെദർ what happens when pressure increases or decreases. In this reaction, what happens is when you increase pressure increase ചെയ്യുമ്പോൾ വോളിയം കുറയണം. രണ്ടു സെയിം ആണ്, വോളിയം കുറവല്ല അല്ല. സോ ഇൻ ദിസ് റിയാക്ഷൻ ദർ ഇസ് നോ എഫക്റ്റ് ഓൺ പ്രഷർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഒരു എഫക്റ്റും ഇല്ലാത്ത ഒരു റിയാക്ഷൻ എന്നിട്ട് നമ്മൾ ചോദിക്കും വാട്ട് ഹാപ്പൻ വെൻ പ്രഷർ ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ എഴുതും ഫോർവേഡ് റിയാക്ഷൻ ഓർ ബാക്ക്വേർഡ് റിയാക്ഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, if pressure increases in this reaction, is forward reaction or backward reaction? What will happen? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് ഇറക്കി കുത്തും. അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് അറിയാം. സയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ബേസിക് ഇത്രയേ ഉള്ളൂ. രണ്ട് സൈഡും വോളിയം സെയിം ആണെങ്കിൽ നമുക്ക് പ്രഷർ കൂട്ടി കഴിയുമ്പോൾ വോളിയം കുറയുന്ന ഒരു സ്ഥലം കാണാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പോൾ പ്രഷറിന് ഇവിടെ എന്താണ് ഒരു എഫക്റ്റും ഇല്ല. Then what happen if the ammonia, in the reaction of ammonia, നമുക്ക് എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഇപ്പോൾ നൈട്രജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു ഫോം അമോണിയ. Okay. In this reaction, 1 mole of nitrogen, that is reacted, plus 3 mole of hydrogen gives 2 mole of ammonia. That is 4 gives 2. Clear ആണോ? Okay. So what happens if pressure increases? This is my question. നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ ചെയ്യാം. When pressure increases, what happens? Volume decreases. Volume decrease ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ എങ്ങോട്ട് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ. വെരി ഈസി. So then what happens? More ammonia is formed. അല്ലേ? കൂടുതൽ. അപ്പോൾ അമോണിയ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? പ്രഷർ ഇൻക്രീസ് ചെയ്യണം എന്ന് പറയണം. ഓക്കെ. Then what happens if pressure decreases? പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ കുറച്ച് വോളിയം ഇൻക്രീസ് ചെയ്യണം. വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടെ അല്ല, ഈ സൈഡിൽ. അപ്പോൾ എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. സോ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. സോ എന്താണ്? നൈട്രജൻ ഈസ് ഡീകമ്പോസ്ഡ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് അമോണിയ ഈസ് ഡീകമ്പോസ്ഡ് ടു നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുക. അപ്പോൾ അമോണിയയുടെ അളവ് എന്താണ്? ഉണ്ടാവുന്ന അമോണിയയുടെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹൈ പ്രഷർ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? സോ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും എന്തുകൊണ്ടാണ് ഹൈ പ്രഷർ അമോണിയയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയണം ഇറ്റ് ഈസ് എന്താണ്? പ്രഷർ ഓറിയൻറ്റഡ് റിയാക്ഷൻ. വെൻ പ്രഷർ ഇൻക്രീസസ് ഫോർവേഡ് റിയാക്ഷൻ ഹാപ്പൻ, മോർ അമോണിയ ഹാപ്പൻ. അപ്പോൾ കൂടുതൽ അമോണിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി പ്രഷർ ആൻഡ് കെമിക്കൽ ഇക്വേഷൻ. വേറെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ഫില്ല് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഈ ഒറ്റ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ. വെരി ഈസിയാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. ഗ്യാസസിന് മാത്രമേ പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും, പ്രഷർ കുറച്ചാൽ വോളിയം കൂടും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കിട്ടുന്ന റിയാക്ഷനെ ബാലൻസ് ചെയ്ത് എഴുതണം. അതിനുശേഷം അതിൻ്റെ മോൾസ് എല്ലാം പെറുക്കി രണ്ട് സൈഡിൽ എഴുതിയിട്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്തിക്കണം. എന്നിട്ട് വേണം ചിന്തിക്കാൻ. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറഞ്ഞ സ്ഥലത്തേക്ക്. ഇപ്പോൾ വോളിയം കുറഞ്ഞ സ്ഥലം ഫോർവേഡ് റിയാക്ഷൻ. പ്രഷർ കുറയ്ക്കുമ്പോൾ വോളിയം കൂടിയ സ്ഥലത്തേക്ക്, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് റിയാക്ഷൻ കിട്ടിയാലും ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ പ്രഷർ കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു.